ഒരു ബോള് ഒരൊറ്റ ബോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ RCBക്ക് വേണ്ടി ആർത്തുലച്ച നമ്മളൊക്കെ കണ്ണീരിലായി പോയായിരുന്നു. പഞ്ചാബിന്റെ കയ്യിൽ ഒരു ബോൾ ഉണ്ടായിരുന്നു. പക്ഷെ ചിലത് അങ്ങനെയാണ്. ദൈവം ചിലർക്ക് വേണ്ടി കണക്ക് പുസ്തകത്തില് മാറ്റിവെക്കുന്ന ഒരു ദിവസമാണ്. അർജന്റീനൻ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവര് ഏകദേശം 10-28 വർഷമാണ് കാത്താണത്. സവാദ് വിരമിച്ചത് തൊട്ട് കോഹ്ലി എന്ന അയാളോട് വല്ലാത്തൊരു ആഗ്രഹം. അന്ന് നമ്മളാ ക്ലബിന്റെ പിന്നാലെ കൂടുമ്പോ നമ്മുടെ നാട്ടുപുറത്തൊക്കെ പറയായിരുന്നു RCB എന്ന് പറയുന്ന വിജയ് മല്യയുടെ അദ്ദേഹത്തിന്റെ കണ്ണിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടീം മാത്രമാണ്. ഒരുപാട് പരിഹാസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ കപ്പടിക്കുന്ന ഒരു ദിവസം വരുമ്പോൾ ശരിക്ക് RCBയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടാവും. തീർച്ചയായിട്ടും വിരാട് കോഹ്ലി എന്ന് പറയുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ ഒരു കാഹളം തന്നെയാണ് ഇന്ന് മുഴങ്ങിയത്. കാരണം അദ്ദേഹം ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു IPL കിരീടം ഇല്ല എന്നുള്ളത്. അത് ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ വിധി ഇങ്ങനെയായിരുന്നു. 2025 18 വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷം 18ാം നമ്പറുകാരന്റെ ഉയർത്തിയിലും ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ശ്രേയസ് അയ്യർ എന്ന് പറയുന്ന ക്യാപ്റ്റൻ മടങ്ങി നടക്കുന്നത്. 3 IPL ടീമുകളെ ഫൈനലിൽ എത്തിച്ച അതുല്യ പ്രതിഭയായിട്ടാണ് ശ്രേയസ് അയ്യർ പടിയിറങ്ങുന്നത്. വഴിമാറിയെത്തിയ ശശാങ്ക് സിംഗ് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഒന്നുകൂടെ ഊട്ടി ഉറപ്പിച്ചിട്ടാണ് ഈ ഒരു IPL വിടവാങ്ങുന്നത്. അതേപോലെ തന്നെ കിങ് കോഹ്ലി ദൃഢനിശ്ചയത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും അദ്ദേഹത്തിന്റെ കഥ തുടരുകയാണ്. നമ്മളൊരു സാധനം പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൊണ്ടുവന്ന് തരിക തന്നെ ചെയ്യുമെന്നുള്ള തീർച്ചയായിട്ടും. അത് ലാസ്റ്റ് പൗലോ കോയിലോ പറഞ്ഞതുപോലെ നമ്മൾ പകുതി പണിയെടുത്താൽ മതി, പകുതി പ്രകൃതി ചെയ്യും. ഇന്ത്യസാലെ കപ്പ് നമത്.